ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് നമ്മളൊരു യാത്രയിൽ പോവാണ് ഗൈസ്. ടെമ്പിൾ വ്ളോഗാണ് ഗൈസ്. നമ്മളൊരു അമ്പലത്തിൽ പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. നേരത്തെ വെയിലേക്ക് മുമ്പ് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. വെയിലാവാൻ കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ ഡള്ളാവും. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് നിൽക്കുക. നമ്മൾ പോവാൻ ഗൈസ്, ഇത് നമ്മുടെ വിഷു ഔട്ട്ഫിറ്റാണ് ഗൈസ്. ഞാൻ ഇത് തന്നെ ഒന്നുകൂടെ ഇടാന്ന് വിചാരിച്ചു. എനിക്കത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അതുണ്ടായിരുന്നു, ധാവണിയായിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്തില്ല. ഇത് പട്ടുപാവാടെ ഉടുപ്പായിട്ട് ഞാൻ പെയർ ചെയ്തു. കൈ കട്ട് ചെയ്യണമെന്ന് കുറേ പേര് പറഞ്ഞു. ഇത് നമുക്ക് കട്ട് ചെയ്യണം. പക്ഷെ സമയം കിട്ടിയില്ല. നമ്മളെന്തായാലും പോവാണ് ഗൈസ്. നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വിടാം. നമ്മൾ അവിടെ ചെന്നിട്ട് എവിടെ പോകണമെന്നൊക്കെ പറയത്തുള്ളൂ. ഓക്കെ ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വിടാൻ പോവാണ് ഗൈസ്. അപ്പം എല്ലാം സെറ്റല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. മെയിൻ റോഡ് ആയിട്ടില്ല, നമ്മൾ അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഇടാത്തത്. അപ്പൊ ഹെൽമെറ്റ് ഇട്ടില്ലെന്ന് ആരും പറയുന്നത്. ഞാൻ ബാക്ക് ഇരുന്നതുകൊണ്ട് സേഫ്റ്റി കിട്ടതാണ്. നമ്മൾ പോകുന്ന ക്ലിപ്സ് എന്തായാലും എല്ലാം നമ്മളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ക്യാൻസൽ ആയിട്ട് നിങ്ങൾ കണ്ടിട്ട് നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മള് പത്തനാപുരം കഴിഞ്ഞ് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നല്ല ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോന്ന് അറിയിച്ചിട്ട് നല്ല ഇതുണ്ട്, കാറ്റിലുണ്ട്. നല്ല വിശക്കുന്നുണ്ട് സത്യം പറയാലോ. നമ്മളെന്തായാലും അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കഴിക്കുന്നത്. രാവിലെ നമ്മള് ഫസ്റ്റ് പോയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര നല്ല കാറ്റാണ്. ഞാൻ പറയുന്നത് ഒരു കേൾക്കുന്ന അറിയുന്നില്ല. ഭയങ്കര കാറ്റുണ്ട്. നമ്മുടെ റൈഡ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഒന്നും പറയാനില്ല. നമ്മളെ മണിക്കൂറോടെ വേണം. അപ്പോ പോന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് വെച്ചിട്ട് ഏതൊക്കെ കത്തിട്ടാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്. സ്ഥലം എടുത്തെടുക്കാറായിരുന്നു. അവിടെ ചെന്നിട്ട് ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെ വന്നേക്കുന്നത് എല്ലാവർക്കും മനസ്സിലായല്ലോ. മലയാളപ്പുഴ അമ്പലത്തിലോട്ടാണ് ഗൈസ് പോകുന്നത്. സർപ്രൈസ് ആയിരുന്നു നമുക്ക് പോകുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തരാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള. സൈഡ് ഫുള്ള് കുറേ ഭയങ്കര പച്ചപ്പും കാര്യങ്ങളും. വേറെ കുറച്ച് കാര്യമുണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെ നമ്മളിവിടെ വരാൻ ഒരു കാരണമുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഗൈസ്. അത് നമുക്ക് പറയാം, വീഡിയോയുടെ ലാസ്റ്റ് പറയാൻ എനിക്ക്. അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനത് സൈഡ് വ്യൂ ഒക്കെ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഗൈസ്, സംഭവം സൂപ്പറാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറേ മലനിരകളും നമ്മള് അമ്പലത്തിലെത്തി. ഇവിടെ നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാ വണ്ടി. അപ്പോൾ ഇവിടെ ആയിരുന്നു ഇന്ന് നമ്മുടെ പാർക്കിംഗ് ഏരിയ ഗൈസ്. അങ്ങനെ നമ്മൾ ഹെൽമെറ്റൊക്കെ ഊരി നേരെ പോവാണ്. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മള് നേരെ അമ്പലത്തിൽ പോയി തൊഴാം. ഗൈസ്, അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി നേരെ ഇനി കടുംപായസം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കടുംപായസമൊക്കെ വാങ്ങി പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് നമ്മളൊന്ന് കറങ്ങി അടിച്ചെല്ലാം കണ്ട് പിന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് ഗൈസ്. കഴിക്കാൻ പോവാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കഴിക്കാൻ ഒരു ഹോട്ടലിലാണ് കയറിയത്. അങ്ങനെ നമ്മൾ പൊറോട്ടയും വെജിറ്റബിൾ കറിയും ഓർഡർ ചെയ്ത് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഫുഡൊക്കെ അടിച്ചു തിരിച്ച് മേലോട്ട് നടക്കാണ്. വണ്ടി എടുത്തു. നല്ല വെയിൽ, പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. ബാക്കി പിന്നെ വീട്ടിൽ ചെന്നിട്ട് പറയാം. ഓക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നേരത്ത് ഇതാ പോകുന്നു ഗൈസ്, കുറച്ച് കുരങ്ങന്മാര്. അങ്ങനെ തള്ളയും കുഞ്ഞുങ്ങളും ആയിട്ടൊരു ഫാമിലി മൊത്തത്തിൽ ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊരു ഗ്രൂപ്പായിട്ടായിരുന്നു വന്നത്. നമ്മളവിടെ വണ്ടി നിർത്തി പിന്നെ കുറേ ഷോർട്സൊക്കെ ഇവരുടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെയും കുറേ വണ്ടികളൊക്കെ പുറകെ വന്ന് ഇവരുടെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് പോയായിരുന്നു. ഇനി ഇവരെന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യ. എന്തായാലും തേരാപ്പാര അങ്ങോട്ടൊക്കെ നടക്കും. ഇവരെവിടുന്ന് വന്നതെന്നൊന്നും അറിയാൻ വയ്യ ഗൈസ്. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ആണ്ടെ നമ്മള് പ്രസാദമൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന്. കാരണം ഞങ്ങള് നീ പറ. വായിന് മുടി പോയി. വായി മുടി പോയി ഗൈസ്. പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ട്രൈപോഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഗൈസ് ക്യാമറ. ബാക്കി പറ. മറ്റേ നമ്മുടെ ട്വിസ്റ്റ്, നമ്മുടെ കഥയുടെ അവസാനം പറയാനാണ് നമ്മൾ പറഞ്ഞത്. എന്താന്ന് വെച്ചാ മെയിൻ ആണ് കേസ്. ഇത് നമ്മള് പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത്, ഇപ്പൊ രണ്ടു കൊല്ലം മുമ്പ് സ്നേഹിച്ചിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേസും വഴക്കൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പ്രസന്നലായിരുന്നു കേസ്. ആ സമയത്ത് ഞങ്ങൾ ആ അമ്പലത്തിലായിരുന്നു, ഏപ്രിൽ 1. അപ്പം ഇവര് അമ്പലത്തിലായിരുന്നു. ഞങ്ങൾ ഈ മലയാളപ്പുഴ അമ്പലത്തിലായിരുന്നു. അപ്പൊ ജയിലായിരുന്നു. ഞാൻ പ്രസന്നലായിരുന്നു കേസ്. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. മലയാളപ്പുഴ അവിടെ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എങ്ങനെയും പെട്ടെന്ന് ഇറങ്ങണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഏപ്രിൽ 1 കേസ്. ഏപ്രിൽ 1. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നു ഫോണില്. ഉള്ളൊരു കൂട്ടുകാരി, ഞങ്ങൾ രണ്ടുപേരുടെ ബെസ്റ്റ് ഫ്രണ്ടാ. എനിക്കൊരു മെസ്സേജ് ഇട്ട് ഇങ്ങനെ ചോട്ടു ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു മെസ്സേജ്. ഏപ്രിൽ 1. അപ്പൊ ഞാൻ ഫുൾ ഹാപ്പി ആയിരുന്നു. കാരണം അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ആ അമ്പലത്തിൽ നിൽക്കുമ്പോഴായിരുന്നു ആ വാർത്ത, അതിന്റെ സന്തോഷ വാർത്ത പറഞ്ഞത്. അപ്പൊ എന്തോ ബെയില് കിട്ടി. അപ്പൊ എനിക്കാണെങ്കിൽ അപ്പോഴേ ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു, ഇനി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഈ അമ്പലത്തിൽ വരും എന്ന് ഞാൻ അവിടെ പറയുകയും ചെയ്തു. അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു, ഞങ്ങൾ ഒരുമിച്ച് എന്തായാലും ഈ അമ്പലത്തിൽ വരും, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണം, ഒരുമിച്ച് ഞങ്ങൾ ഇവിടെ വരും എന്നൊക്കെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോ അത് അപ്പൊ തന്നെ എനിക്ക് സാധിച്ചു തന്നു. കാരണം ഞാൻ എന്റെ പ്രാർത്ഥന പറഞ്ഞത് അപ്പൊ തന്നെ സാധിച്ചു. എല്ലാം കൊണ്ടും എന്താ പറയാ, ഫുള്ള് റിയലായിട്ട് നമ്മൾ ആഗ്രഹിച്ച സാധനം റിയലായിട്ട് നടന്നപ്പോ വിശ്വാസം. ഒരുമിച്ച് പിന്നെ നമുക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് ഇന്നാണ് നടന്നത്. അതെ, ഇത്ര നാളുകൾക്ക് ശേഷം ഇന്നാണ് നമ്മൾ ഒരുമിച്ച് പോകാനൊരു സന്ദർഭം ഉണ്ടായത്. ഇത് ഇവിടുത്തെ കടുംപായസമാണ്. ഇത് തേക്കലയല്ലേ, തേക്കിന്റെ ഇലക്കകത്ത് അവർ പൊതിഞ്ഞ് നമുക്ക് തരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. കടുംപായസമാണ് ഗൈസ്, കടുംപായസം. പാൽപ്പായസം ഞാൻ നോക്കി, പക്ഷെ അത് 1 മണിക്കാണ്ടേ ഉള്ളൂ. അത്ര നേരം അവിടെ നിൽക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ പോന്നു. ഞങ്ങളൊരു 7 മണിയായപ്പം പോയി, ഒരു 9-9:45 ആയപ്പം തിരിച്ചു വന്നു. പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്നു. അതെ,
പോയി ഇതേ വന്നു ആ പരിപാടി. ഞാൻ പക്ഷെ നല്ലതായിട്ട് നമ്മൾ താമസിക്കും കരുതിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് പോയി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടന്നു. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് പോകാൻ പറ്റിയത് ഞങ്ങൾക്ക് ഫുൾ ഹാപ്പി ഗൈസ്. ഗൈസ് ഇനി ബാക്കി കാര്യങ്ങളും കൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ ഒരു ദിവസം. ഓക്കെ ഓക്കെ ഗൈസ് നമ്മൾ ഉറങ്ങിപ്പോയി ഗൈസ്. ഞാൻ ഉറങ്ങിയില്ല, ചോട്ട് മാത്രമേ ഉറങ്ങി. അതെ ചോക്കോ ചോക്കോ ബാ ബാ ഗൈസ്. ചോക്കോയെ കണ്ടില്ല എന്ന് പറയുന്നവർക്ക് ഇതാണ്ട് ഈ ചോക്കോ ഇവിടെ. ചോക്കോ ചോക്കോ സീനാണ് ഗൈസ്. ദേഹത്തൊക്കെ ചാടി കയറാൻ നിൽക്കുക. ചോക്കോ നിന്റെ ടീംസൊക്കെ നിന്നെ ചോദിച്ചായിരുന്നു. ചോക്കോ അങ്ങോട്ട് നോക്കിയേ. ചോക്കോ 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 വളർന്നു ഗൈസ്. ഈ വീട് ഗൈസ്. അപ്പം പൊന്നിന് ഒരു ജോലിയാണ് ഗൈസ് ഈ മിറ്റം മൊത്തം തൂത്തിടുക. ടാസ്ക് ആണ് ഗൈസ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം അല്ല, വീഡിയോക്ക് വേണ്ടി മാത്രം നമ്മൾ തൂക്കുകയും തുടക്കുകയും ചെയ്യുന്നതാണ് ഗൈസ്. അല്ല ഗൈസ്. അപ്പൊ ഓക്കെ, തൂത്ത് റെഡി ആക്കുക. പിന്നെ വേറെന്തുവാ നിന്റെ സ്പെഷ്യൽ? പിന്നെ എന്റെ മേക്കപ്പ് ഒക്കെ ഞാൻ അഴിച്ചു മാറ്റി. ഗെറ്റ് അൺറെഡി വിത്ത് മീ. അല്ല നിന്റെ ചെടികളൊക്കെ എന്തുവായി? ഗൈസ് എന്റെ ചെടികളെല്ലാം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കൊണ്ട് എല്ലാവർക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പൂവൊന്നും ഇല്ലയോ? പൂ വിരിഞ്ഞില്ല, ഇന്ന് വിരിഞ്ഞില്ല. മെനഞ്ഞാന്നുണ്ടായിരുന്നു. കറ്റാർവാഴ കാണഞ്ഞു. എന്റെ കറ്റാർവാഴ എന്തുവാന്ന് അറിയുന്നത്. ഇതല്ലേ പുതിയതായിട്ട് കൊണ്ടുവന്നേ? ഇത് സൈസ് മണമുള്ളതാ, നല്ല മണമാണ്. അതെനിക്ക് കഴിഞ്ഞു. പിന്നെ പുതിയ കുറെ മഞ്ഞ പൂക്കളുള്ള 10 മണി കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ. അതിനകത്ത് കിളിക്കുന്നേയുള്ള ഇന്നലെ മെഞ്ഞ നട്ടേയുള്ളത്. പിന്നെ പിച്ചി കൊണ്ടുവന്നു. അങ്ങനെ കുറെ വെറൈറ്റി ചെടികൾ നമ്മുടെ ഗാർഡൻസിലേക്ക് വന്നു. ചോക്കോ അവിടെ പോയി. ചോക്കോ ഗൈസ്. ഇപ്പൊ ഞാനാണെങ്കി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ ഇവിടെ കെട്ടിയിട്ടേക്കുന്നത്, അതിനകത്ത് കിടക്കുവോ. പൊന്നും ചോക്കോയും ഇവിടെ ഉണ്ട്. അപ്പൊ ഗൈസ് പൊന്നു വൈൻഡപ്പാക്കാം മതി ഗൈസ്. നമ്മൾ വൈൻഡപ്പാക്കാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അമ്പലത്തിൽ പോയത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിന്ന് കോന്നിയിൽ വന്നു ഗൈസ്. അതെ, നമ്മളെ കുറെ പേർക്ക് അവിടെ വന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആരും നമ്മളെ അടുത്ത് മിണ്ടിയില്ല. എല്ലാവരും കണ്ട് ചിരിച്ച് കളിയാക്കി ചിരിച്ചൊക്കെ പോയ കുറെ ആൾക്കാരുണ്ട്. നമ്മളൊന്നും മൈൻഡ് ആക്കിയില്ല ഗൈസ്. പിന്നെ എന്താ പറയാ, നമ്മൾ ആഗ്രഹിച്ചു അവിടെ വരണമെന്ന്, സാധിച്ചു. സന്തോഷം. അടുത്ത വീഡിയോയിലപ്പോൾ കാണാം ഗൈസ്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഫാമിലി എല്ലാവരും ഇതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ കാണണം. ഓക്കെ, സബ്സ്ക്രൈബ്, ലൈക്ക്, സപ്പോർട്ട്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. ബൈ.